തിരികെ സ്വാഗതം പ്രിയ പ്രേക്ഷകരെ. കേരളത്തിന്റെ പോളിംഗ് ശതമാനം 62.71% ഉയർന്നിരിക്കുന്നു. നമുക്കറിയാവുന്നതാണ്, നല്ല വെയിലാണ്, വെയിലൊന്നും മങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി ഈ 6 മണി വരെയുള്ള സമയത്ത് പരമാവധി ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ ഏറ്റവും ചുരുങ്ങിയതൊരു 5% പോളിംഗ് എങ്കിലും സംസ്ഥാനം രേഖപ്പെടുത്തുമെന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു വിലയിരുത്തലും പ്രതീക്ഷയും ഒക്കെ. വിവിധയിടങ്ങളിൽ പോളിംഗ് ശതമാനം നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ജനാധിപത്യത്തിന്റെ ആഘോഷത്തിൽ, ഉത്സവത്തിൽ വളരെ ആർജവത്തോടെ, ആവേശത്തോടെ എല്ലാവരും പങ്കുചേരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മുന്നിൽ വരുന്ന വിവരങ്ങൾ. ഈ കണക്കുകൾ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് ആ തരത്തിൽ തന്നെയാണ്. 70% കടന്നും പല മണ്ഡലങ്ങളിലും പോളിംഗ് കുതിച്ചുയരുകയാണ് എന്നത് പ്രധാനമാണ്. നമ്മൾ കൊല്ലത്തേക്ക് പോവുകയാണ്. കൊല്ലം മണ്ഡലത്തിൽ സെന്റ് ജോസഫ് UPS വലിയ കടയിൽ പോളിംഗ് മന്ദഗതിയിലാണ് എന്നൊരു പരാതിയുണ്ട്. വിവരങ്ങളുമായി AV ജയശങ്കർ നമ്മളോടൊപ്പം ചേരുകയാണ്. ജയശങ്കർ, എന്തുകൊണ്ടാണ്? അതായത് മധു, വലിയകടയിലെ സെന്റ് ജോസഫ് UP സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ കൊല്ലം മണ്ഡലത്തിലെയും ഇരുവരത്തെയും പല പോളിംഗ് ബൂത്തുകളിലും പോയിരുന്നു. പക്ഷേ പലയിടങ്ങളിലും വളരെ ചെറിയ തിരക്ക് മാത്രമാണുള്ളത്, ചെറിയ ആളുകൾ മാത്രമാണ് ക്യൂ നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു ബൂത്തിലേക്ക് എത്തിയാൽ ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ നീണ്ട വലിയൊരു നിര കഴിഞ്ഞ കുറേ നേരമായി ഇവിടെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് ഒരു അതീവ പ്രശ്നബാധിത ബൂത്തുകളിൽപ്പെട്ട ഒരു ബൂത്ത് കൂടിയാണ്. ഒഡീഷ പോലീസിന്റെ പ്രത്യേക സുരക്ഷ കൂടി ഈ ബൂത്തിനുണ്ട്. ഈ കൊല്ലം മണ്ഡലത്തിലെ 125 നമ്പർ ബൂത്താണ് ഇത്. ഇവിടെയാണ് ഇപ്പോൾ ആളുകളുടെ ഒരു നീണ്ട നിര ഉള്ളത്. ഈ ബൂത്തിൽ മന്ദഗതിയിലാണ് വോട്ടിംഗ് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഇതിനോടകം തന്നെ ഈ വോട്ട് ചെയ്യാനെത്തിയ വോട്ടർമാർ ഉന്നയിച്ചിട്ടുണ്ട്. പോലീസിന്റെ അടുത്ത് ഉൾപ്പെടെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. ചേട്ടാ, എത്ര നേരമായി നിൽക്കുന്നു? ഒരുപാട് നേരം കൊണ്ടിരിക്കുക. ഇപ്പോൾ 3 ട്രിപ്പാണ് ഞാൻ പറ്റുന്നത്. അന്നേരം മുതലുള്ള ക്യൂ തന്നെ കാണുന്ന ക്യൂ എന്ന് വെച്ചാൽ നീണ്ട ഒന്നും നടക്കുന്നില്ല. ഇവിടെ വോട്ടിംഗ് നടക്കുന്ന ഒന്നും നടക്കുന്നില്ല. അവർ അതിനകത്ത് എന്താ ചെയ്യുന്നത്? ഈ പല ബൂത്തുകളിലും ആളില്ല. ഇപ്പൊ വേറെ ഒരു ബൂത്തിലും ആളില്ല, ഈ ഒരു ബൂത്തിലുള്ള ആള് എന്താ ഉദ്യോഗസ്ഥർ സ്ലോ എന്നാണോ തോന്നുന്നത്? തന്നെ തീർച്ചയായിട്ടും അതായിരിക്കും. നല്ല എന്തോ ഡിസംബർ കുറവാണ്, തിരക്കുണ്ട്. ഈ സമയത്ത് തിരക്കില്ലാതിരിക്കുന്ന സാറിന് നല്ല തിരക്കുണ്ട്. ഇല്ല, ഞങ്ങൾ കുറച്ച് നേരമായി 2-3 ട്രിപ്പായി വന്നിട്ട് തിരിച്ചു പോകും. തിരക്ക് കാരണം തിരിച്ചു പോകും, വീണ്ടും വരും, തിരക്ക് കാരണം തിരിച്ചു പോകും. ഇത് 3ാം തവണ. ആശ 24-ലും 29-ലൊക്കെ ഉണ്ട്. അവിടെ ആളുമില്ല, ഒന്നുമില്ല, ഫ്രീ ആയിട്ട് കിടക്കുക. ഇത് മാധു, ഈ 25-ാം ബൂത്തിനെ സംബന്ധിച്ചാണ് ഇത്തരത്തിലൊരു പരാതിയുള്ളത്. കാരണം ഈ വലിയകടയിലെ ഈ സ്കൂളിലെ 25-ാം ബൂത്തിനെ സംബന്ധിച്ചാണ് ഈ ഒരു ആക്ഷേപം. കാരണം ഏറെ നേരമായി ആളുകൾക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നു. സുഗമമായി ഇവിടെ വോട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യമില്ല. വോട്ടിംഗ് മന്ദഗതിയിൽ എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. നമ്മൾ കൊല്ലത്തെ മറ്റ് പോളിംഗ് ബൂത്തുകളിലൊക്കെ തന്നെ പോയിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു ക്യൂ നമുക്ക് എവിടെയും കാണാൻ കഴിഞ്ഞില്ല. പൊതുവിൽ ഇത് ചെറിയ ക്യൂ ആണെങ്കിൽ പോലും ഇവിടെയുള്ള ആളുകൾ ഏറെ നേരമായി നിൽക്കുന്നു. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. മന്ദഗതിയിൽ എന്നൊരു ആക്ഷേപം ഈ വോട്ട് ചെയ്യാനെത്തിയ വോട്ടർമാർ ഉന്നയിച്ചിട്ടുണ്ട്. പോലീസിനോട് ഉൾപ്പെടെ, ലോക്കൽ പോലീസ് ഉൾപ്പെടെ, കേന്ദ്രസേനയുടെ സുരക്ഷയുള്ള ബൂത്താണ്. അതുകൊണ്ട് തന്നെ ലോക്കൽ പോലീസ് ഉൾപ്പെടെ ഇവിടെ എത്തി ഈ വോട്ടർമാരുടെ ആശങ്ക കേട്ടിട്ടുണ്ട്. അവർ പോളിംഗ് ഉദ്യോഗസ്ഥരെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇന്ന് ഈ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി, വോട്ടിംഗ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ നീണ്ട നിര ഈ പോളിംഗ് ബൂത്തിലുണ്ട്. എന്തായാലും വലിയ ആവേശ പോരാട്ടമാണ് കൊല്ലം ജില്ലയിൽ നടക്കുന്നത്. 60%-ലധികം പോളിംഗ് നിലവിൽ കൊല്ലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പോളിംഗ് ഉള്ളത് കുണ്ട്ര മണ്ഡലത്തിൽ തന്നെയാണ്. UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ വലിയ പോരാട്ടം നടക്കുന്നു. ആ പോരാട്ടം ഇടതുപക്ഷത്ത് തുടയ്ക്കുമോ അതോ UDFന് സീറ്റ് നിലനിർത്താനാകുമോ എന്നത് വലിയ കാര്യമാണ്. ഒപ്പം തന്നെ ചടയമംഗലത്തും ചാത്തന്നൂരിലുമൊക്കെ 60% പോളിംഗ് കടന്നിട്ടുണ്ട്. ഏറ്റവും കുറവ് പോളിംഗ് ഉള്ളത് പുനലൂരായിരുന്നു. പുനലൂരിനെ സംബന്ധിച്ച് UDFനിൽ ഒരുപാട് തർക്കങ്ങൾക്കിടെയാണ് ആ ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും കൊല്ലത്ത് ആവേശത്തോടെ പോളിംഗ് നടക്കുകയാണ്. ചില ബൂത്തുകളിൽ, ഒറ്റപ്പെട്ട ബൂത്തുകൾ, നമ്മളിപ്പോൾ നിന്ന ആ ബൂത്തുകൾ ഉൾപ്പെടെ ഒറ്റപ്പെട്ട ബൂത്തുകളിൽ പോളിംഗ് മന്ദഗതിയിൽ എന്നൊരു ആക്ഷേപമുണ്ട്. എന്തായാലും ജയശങ്കറിന് പിന്നിൽ നമുക്ക് കാണാൻ കഴിയും നീളത്തിലുള്ള ഒരു ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ കുറേയേറെ നേരമായി കാത്തിരിക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് പരിഹരിക്കാനുള്ള ഇടപെടൽ വേണ്ടതാണ്.